വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ വിഭവമാണ്. കാവത്തും കൂട്ടാനാണ്. നല്ല കാവത്തും കൂട്ടാനും കൊടംപുളി ഇട്ട് തേങ്ങ അരച്ച മീൻ കറിയും മീൻ പൊരിച്ചതും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. സോ നമുക്ക് കാവത്ത് പോയി പറിച്ച് കാവത്തും കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മളെ നാട്ടിന് ഇതിന് കാവത്ത് എന്നാണ് പറയുക. പല സ്ഥലങ്ങളിലും കാച്ചിലെന്നും പറയും. അപ്പം നമുക്ക് കാവത്ത് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള കാവത്ത് പറിക്കാം. ഞാനിവിടെ കാവത്ത് തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. 10 ചെറിയ ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളക് ഇടുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കാന്താരി മുളക് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ പച്ചമുളകിന് പകരം അതിട്ടാൽ മതി. നമുക്കിതിലേക്ക് തേങ്ങ അരച്ചൊരു കൂട്ട് തയ്യാറാക്കണം. അതിനൊരു മിക്സറിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ചുരണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ പച്ചമുളകിന് പകരം അത് ആഡ് ചെയ്ത് കൊടുക്കായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി 10 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരിത്തിരി വെള്ളവും ആഡ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരിക്കലും അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തേങ്ങൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടാണുള്ളത്. കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല. ഒരിക്കലും ഫൈനായിട്ട് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളൊരു മൺകല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാവത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കാവത്തിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നല്ല പോലെ വെന്തുടയണം ഇത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൺകലത്തിലിട്ട് വിറകടുപ്പിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒതൻറ്റിക് കാവത്തും കൂട്ടാൻ നമുക്ക് കിട്ടും. ആ നല്ല തീ കനലിൽ ഈ മൺകലത്തിൽ വെന്ത് കിട്ടുന്ന കൂട്ടാൻ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. സോ വിറകടുപ്പിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോഴായിരിക്കും ഒന്നും കൂടി രുചി ഉണ്ടാവുക. നല്ല പോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കാവത്തൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവണം നമ്മളെ കാവത്ത്, എങ്കിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പൊടിയുള്ള കാവത്താണ്. ഇതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക് കേട്ടോ. തിളച്ചിങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ
ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു കൂട്ടില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചൊരു കൂട്ടിട്ടുണ്ടായിരുന്നില്ലേ, തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഈ കാവത്തുമായിട്ട് നല്ല പോലെ യോജിച്ച് നല്ല പോലെ തിളച്ചു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാവത്തും കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ ഭയങ്കര ഹെൽത്തി ആണ്, അതുപോലെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. എനിക്ക് പറയുമ്പോൾ തന്നെ നാവില് വെള്ളം വരികയാണ്, അത്ര കൊതിയാവുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളിത് സ്റ്റവിൽ നിന്ന് വാങ്ങി വെച്ചിട്ടും ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട്. കണ്ടില്ലേ ബബിൾസ് വരുന്നത്, അതിൻ്റെ തിള നിന്നിട്ടില്ല. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം. ഇത് ഒറ്റക്കായിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാനിവിടെ ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച കൊടമ്പുളി ഇട്ട മീൻ കറിയും മീൻ പൊരിച്ചതും കൂടിയും കഴിക്കുന്നുണ്ട്. പറയുമ്പോൾ തന്നെ നാവിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള, മോറോവർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.